ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു ലോങ് വീഡിയോ ആക്കിയാലോ? കുറേ ദിവസമായില്ലേ നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കണേ. അപ്പോൾ ആകുമ്പോൾ ഞാൻ ഇന്നൊരു ഫ്രൈഡേ അല്ലേ, വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്കൊരു കുറച്ചൊക്കെ ഒരു വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് എല്ലാ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനമാണ്. ഇനി ഇതിപ്പോൾ ഒക്കെ വൃത്തികേടാക്കാനാണ് ഞാൻ രാവിലെ അടുക്കളയിലെത്തിയത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കപ്പ് വെള്ളം ചൂടാക്കി കുടിക്കാം. അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ആദ്യമൊക്കെ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ കുടിക്കൽ. ഇനി എനിക്ക് ചെറിയൊരു ടോൺസസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇന്ന് രാവിലെ ഒരു ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ. നല്ല വലിയ വലിയ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോ അങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. രാവിലെ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് ശീലാക്കി. അങ്ങനെ വെള്ളം ഞാൻ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട്, നമ്മളിന്ന് ഇഡ്ഡലിയാണല്ലോ, അപ്പോൾ ഇഡ്ഡലിക്കുള്ള പാത്രം എടുത്ത് അതിൻ്റെ ഇഡ്ഡലിപ്പാത്രം എടുത്തിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു വെള്ളം തിളപ്പിക്കാൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ അപ്പോൾ തന്നെ ചൂടായിട്ടുണ്ടായിരുന്നു. അധികം ചൂടാവണ്ടല്ലോ, നമുക്കൊരു ഇളം ചൂടുവെള്ളം പോരെ. അങ്ങനെ ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചു. അപ്പോൾ ഞാൻ കരുതി ഏതായാലും വെള്ളം തിളക്കുക, പിന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം നല്ല മുട്ട പുഴുങ്ങാൻ വെക്കാമെന്ന് കരുതി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് ഈ രാവിലെയുള്ള കുറച്ച് സമയം പുറത്തൊക്കെ നോക്കിയിരിക്കാനും ആരുമില്ലാതെ നമുക്ക് ആരോട് വർത്തമാനം പറയാനൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ പിന്നെ പുറത്തൊക്കെ നോക്കിയിരിക്കണേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരും ഒപ്പം ഒന്നും ഉണ്ടാവരുത്, കലപ്പില സൗണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ ഇനി ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇതുമ്മൻ്റെ സ്കൂൾ തുറക്കണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂൾ തുറക്കണം. എന്നാലേ രണ്ടാൾ സ്കൂൾക്ക് രാവിലെ അങ്ങോട്ട് പോയാലേ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒറ്റയ്ക്കുള്ള ഒരു സമയം കിട്ടുള്ളൂ. ഇതിപ്പം നമ്മൾ എണീറ്റ് വരുമ്പോൾ പിന്നാലെ തന്നെ കലപ്പില സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ പിന്നെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതും എണീറ്റാ പിന്നെ പറയും വേണ്ടാവും. എന്തൊക്കെയോ കാര്യങ്ങൾ പറയണ്ടാവും. മദ്രസ വിട്ട് വന്ന മദ്രസത്തെ കാര്യങ്ങൾ പറയണ്ടാവും. പിന്നെ രാവിലെ അല്ലെങ്കിൽ ഉള്ള ക്രോഷീൻ്റെ നൂലിനെ പറ്റി പറയണ്ടാവും, എന്തൊക്കെയോ പറയണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ വലിയ അലമ്പൊന്നും ഇതുമൂന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് എണീറ്റിട്ടില്ല കേട്ടോ. അവൾ ഉറങ്ങുകയാണ്. അപ്പം ഞാൻ വേഗം ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ കൊണ്ട് വെച്ചിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശമാവ് പുറത്തെടുത്ത് പല്ല് തേക്കാനൊക്കെ പിന്നെ നിൽക്കുന്നായിട്ട് എണീറ്റ് പല്ല് തേക്കുന്ന ആ സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഇഡ്ഡലി മാവ്. അപ്പോൾ ഞാനത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നല്ല തണുപ്പൊക്കെ അവിടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നു. നമ്മളെ ഇഡ്ഡലിപ്പാത്രം അതിലുള്ള ആയുധം നമുക്ക് പിന്നെ എന്താ പറയുക ഇഡ്ഡലി പാരാനുള്ള പാത്രം അതൊക്കെ എടുത്തു. അതിൽ കുറച്ചൊന്ന് എണ്ണ അങ്ങനെ ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചതാ ഞാനിങ്ങനെ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ മാവ് പാരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ദോശമാവ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ദോശമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസത്തിനുള്ള ദോശമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, ഇഡ്ഡലി ചുടാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് ആ പാത്രത്തൊക്കെ ഒഴിവാക്കി വെച്ചതായിരുന്നു കേട്ടോ. ആ റോസ് പാത്രത്തൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. എന്നിട്ട് ഈ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇഡ്ഡലി ചുടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏതായാലും ആദ്യത്തെ ട്രിപ്പോടെ അടുപ്പത്ത് വെച്ച് ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് അതിക്ക് ചട്ടിനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചട്ടിനി നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും എനിക്ക് ചട്ടിനി ഉണ്ടാക്കുമ്പോഴൊക്കെ എൻ്റെ പിന്നെ വീട്ടിലുള്ള ഒരു കറി ഓർമ്മ വരും. ആദ്യമൊക്കെ രാവിലെയൊക്കെ കറി ചട്ടിനി തന്നെ ഇക്കാറ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ദോശ ആയാലും ഇഡ്ഡലി ആയാലും വെള്ളപ്പായാലും എന്തൊക്കെ ആയാലും നമുക്ക് ആ ഒരു ചട്ടിനി ഭയങ്കര ടേസ്റ്റാണ്. അത് ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് ആ കാലത്തേക്ക് മെല്ലെ ഒന്ന് പോയി വരും ഞാൻ. അപ്പം ഇവിടെ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ തേങ്ങ അരച്ച കറി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് ഇഡ്ഡലി അപ്പം എനിക്ക് ചട്നി ഇങ്ങനെ ഉണ്ടാക്കാനൊരു എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇതുമൂന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്നിയൊക്കെ. അപ്പോൾ അത് വേറെ ഒന്നുമില്ല. മൂപ്പർക്ക് അങ്ങനെ ചിലപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മീൻകറിയോ ചിക്കൻ കറിയോ ഒന്നുമില്ല. നമ്മളിത് വെച്ച് ഇഡ്ഡലിയും ചട്നിയും കഴിക്കട്ടെ.
അല്ലേ? ഒരു ദിവസമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് ഇച്ചിരി ചെറിയുള്ളിയും ഇച്ചിരി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മിക്സിക്ക് ഇട്ടു, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരണ്ടിയ പാത്രം അപ്പം തന്നെ കഴുകി വെച്ചു. പിന്നെ അത് വേഗം ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വേഗം മിക്സിയിൽ അരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടുന്ന നേരം പണി നേരമൊക്കെ അത് വേവ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ തൊലിക്കുന്ന നേരം, അതുകൊണ്ടാണ് ഞാനതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇഡ്ഡലി എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ ചൂടിൽ തന്നെ എടുത്താൽ ചിലപ്പോൾ ഒട്ടിയിട്ട് കിട്ടൂല ഇഡ്ഡലി, ഇങ്ങനെ അതിന് കിട്ടാനൊരു പണിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ് പുറത്തേക്ക് ഇട്ടെന്ന് കരുതി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വേഗം ചട്നി ഉണ്ടാക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കറിവേപ്പിലില്ലാത്തതുകൊണ്ട് അതിട്ടിട്ടില്ല. പിന്നെ വറ്റൽമുളകാണ് ഇപ്പോൾ മുറിച്ചിട്ടത് കേട്ടോ. വറ്റൽമുളക് ഇട്ടിട്ട് തേങ്ങ അരച്ചതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളക് ഒരു 2-3 ഇട്ടതുകൊണ്ട് ഒരു ചെറിയൊരു പച്ച കളർ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ട് സെറ്റാക്കി എടുത്തിട്ട് ചെറിയൊരു തള വരുമ്പോക്കിനുണ്ട് പിന്നെ നമുക്ക് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എനിക്ക് ഭയങ്കര ടേസ്റ്റ്, ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചട്ടിനി ഒന്ന് റെഡിയായി അവിടെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ചെറുതായിട്ട് ചൂട് പറ്റാറിയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു തണുപ്പായി. അപ്പോൾ ഞാനതാ പെട്ടെന്ന് നമുക്ക് പാത്രത്തിൽ ഒട്ടാതെ അങ്ങോട്ട് കിട്ടും. അപ്പോൾ അത് രണ്ടും ഞാൻ മുഴുവൻ എടുത്തു. എനിക്ക് ഒരു വട്ടം വെക്കുമ്പോൾ ഒരു 9 ഇഡ്ഡലി ഇട്ടു കേട്ടോ. ഇത് കുറേ കാലം മുമ്പുള്ളൊരു ഇഡ്ഡലി പാത്രമാണ്. പിന്നെ മോളൊക്കെ ചെറിയ കുട്ടിയായിരുന്നു വാങ്ങിയൊരു ഇഡ്ഡലി പാത്രമാണ്. ഒരു സ്റ്റീൽ പാത്രം ആകുമ്പോൾ അതും നമുക്ക് നല്ല സ്റ്റീൽ പാത്രം കിട്ടിക്കഴിഞ്ഞാൽ കുറേ കാലം ആ കളറും ആ ഒരു ചൊറുക്കിലും ഇങ്ങനെ നിൽക്കൂലേ ഇഡ്ഡലി പാത്രം. ഇപ്പോൾ ഈ ഒരു പാത്രമൊക്കെ അങ്ങനെയുണ്ട്. കുറേ മുമ്പാണ്. അപ്പോൾ മോളൂന് 1-2 വയസ്സുള്ള സമയത്തിട്ട് വാങ്ങിയതാണ്. ഏതായാലും ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് കാണാൻ, അതിനൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇഡ്ഡലിക്കുള്ളത് പറഞ്ഞു. കറി ഓൾറെഡി സെറ്റായി. പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനത്തെ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ കിച്ചൺ നമുക്ക് വല്ലാതെ ഇങ്ങോട്ട് വൃത്തികേടാവില്ല. അപ്പോൾ എന്നൊരു അധികം പാത്രം കഴുകാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഭയങ്കര പണി. എന്തായാലും ഞാനിങ്ങനെ ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ഏകദേശം തീരുമാനമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് തുത്തു വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ മാസം 20-ാം തീയതിയാണ് ഇമ്മാരി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ 15-ാം തീയതി 14-ാം തീയതി 15-ാം തീയതി ആയല്ലോ. അപ്പോൾ ഞങ്ങൾ ഓൽക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓൽക്ക് എന്താ ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. ഞങ്ങൾ 3 ചെല്ലുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ ഇന്നലെ, അതായത് വ്യാഴാഴ്ച വിളിച്ചപ്പോൾ വരെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പറഞ്ഞു ഒക്കെ നാളെ ഓള് ബാംഗ്ലൂർ പോവാണ്, അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് നമുക്ക് ആ പരിപാടി തീർക്കണം എന്നാണ് വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ പക്ഷേ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗിഫ്റ്റ് വാങ്ങണ്ടേ. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങേണ്ട ഒരു ദൗത്യം എനിക്കാണ് കേട്ടോ ഏൽപ്പിച്ചത്. അപ്പോൾ എന്നോട് പുറത്ത് പോയിട്ട് ഇമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും കുറേ ദിവസമായി ഞങ്ങൾ 2 ദിവസമായിട്ട് അങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താ വാങ്ങാം എന്നുള്ളത്. അപ്പോൾ അവസാനം തീരുമാനമായത് പിന്നെ ഓൽക്ക് ഏതായാലും പെരുന്നാളും വരുന്നുണ്ട്. അപ്പോൾ നല്ല അവർക്ക് ഉമ്മാക്കും ഉപ്പാക്കും ഏകദേശം ഒരേ കളർ മാച്ച് വരുന്ന എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാം എന്നുള്ളതാണ് ഞങ്ങളുടെ അവസാന തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അത് നാം അരീക്കോട് ഈ വാങ്ങണ്ടിട്ടോന്ന് പറഞ്ഞു. അപ്പോൾ എന്നാന്ന് കറക്റ്റ് ദിവസം ആവാത്തതുകൊണ്ട് ഞാനിങ്ങനെ പോവാതങ്ങ് നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഓള് പെട്ടെന്ന് ഞാൻ വരുന്നുണ്ട് താത്ത, നമുക്കൊന്ന് ഉച്ചയാകുമ്പോഴേക്കും പരിപാടിയൊക്കെ തീർക്കണം, ഈ വേഗം പോയി വാങ്ങാൻ. അപ്പോൾ ഞാൻ ഇതുമൂന്ന് വിളിച്ചുണർത്തി പൊത്തി നീപ്പിച്ചതാ ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലും ഒന്നും എനിക്ക് കൈക്ക പിടിക്കാതെ എനിക്ക് പുറത്തൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പോയി വന്നിട്ട് ഞാൻ പോയത്. പിന്നെ അങ്ങനെ വീഡിയോ ആയിട്ട് വലിയ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, ചെറിയൊരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാ അരീക്കോട് കസവ് കേന്ദ്രയിൽ പോയിട്ട് രണ്ടാൾക്കും ഓരോ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പാക്ക് ചെയ്യാനുള്ള ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ അതും വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വന്ന് നല്ല ലേറ്റായി, കാരണം വെള്ളിയാഴ്ച ആകുമ്പോൾ തന്നെ പിന്നെ പൊതുവെ നമുക്ക് പള്ളിക്ക് പോകാനുള്ളതും സംഭവങ്ങളും മുജുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ 12 മണി കഴിഞ്ഞാൽ കടയൊന്നും തുറക്കില്ല. അപ്പോൾ എനിക്ക് 10 മണിയായപ്പോൾ ഓള് വിളിച്ചത് തന്നെ 9 മണിയായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിട്ടത്, കാരണം നമുക്കത് വാങ്ങി വന്ന് പിന്നെ ഓളാണെങ്കിൽ അവിടുന്ന് 12 മണിക്ക് പോരും എന്നാണ്. ഓള് കോഴിക്കോട് 12 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനുള്ള ഫുഡ് റെഡിയാക്കണം, എനിക്ക് ടെൻഷൻ കയറാൻ തുടങ്ങിയിട്ടോ. പിന്നെ അത് ഓളായി ഞാൻ അങ്ങനെ പുറത്ത് പോയി വന്ന് ഏതായാലും പിന്നെ 11 മണിയായപ്പോൾ ഒരു 11:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ. സാധനങ്ങളൊക്കെ ഒരു വിധം വാങ്ങിയിട്ട്
വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് തുത്തൂനെ വീഡിയോ കോൾ ചെയ്ത് ഓളെ കൊണ്ട് ഞാനും ഞങ്ങൾ രണ്ടാളും പാടെ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വാങ്ങി വന്ന് പിന്നെ ഇതും വേഗം ഞങ്ങൾ ചായ ഒന്നും കുടിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. കാരണം അതിനൊന്നും നേരമില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കടകളൊക്കെ പെട്ടെന്ന് അടുക്കലോ ഓട്ടോറിക്ഷ കിട്ടാക്കി അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും കരുതിയിട്ട് ഞാൻ പിന്നെ വേഗം പോയി പോന്നതാണ്. വന്നപ്പം പള്ളിക്ക് എന്നും എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന എൻ്റെ അമ്മോൻ തന്നെയാണ് മൂപ്പര് അപ്പോക്കിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് ഒരു ചായയൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ പക്ഷെ വന്നപ്പോൾ ഒരു സുഗീനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് മൂപ്പര് പള്ളിക്ക് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ലഞ്ച് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അപ്പോക്കിന് തുത്തുനെ വിളിച്ചിട്ട് അവൾ അവിടുന്ന് പുറപ്പെട്ടിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ 12 മണിക്കാണ് അവൾ വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ താത്തായി വേഗം റെഡി ആയിക്കോന്ന് പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ പൊടിപ്പൂരെന്നു. ഞാനാണ് കേട്ടോ അങ്ങാടി തന്നെ വന്ന് ഒരു ചായ കുടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ വേഗം 2 ഗ്ലാസ് അരി എടുത്തിട്ട് വേഗം ഗീ റൈസ് ഉണ്ടാക്കി. പിന്നെ ഭാഗ്യത്തിന് ഇന്നലെ വാങ്ങിയ ബീഫ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു കറി അങ്ങോട്ട് ആക്കി സെറ്റാക്കി. പിന്നെ അതാ ചോറൊക്കെ പാത്രത്തിൽ ആക്കി. ബീഫ് കറി ബീഫ് നമ്മൾ കറി പാത്രത്തിൽ ആക്കി ഒക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിന് എന്താ വെച്ചാൽ അവിടെ മേശപ്പുറത്ത് കാണാൻ ഞാൻ ഇവിടെ അടുക്കളയിൽ വന്ന് കുക്കർ തുറന്നൊന്നും എടുത്ത് തിന്നാന്ന് പറയണതൊന്നും നടക്കണ കാര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ മേശപ്പുറത്ത് കൊണ്ടേ വെച്ചാൽ മൂപ്പര് തിന്നു. അപ്പോൾ ഞാൻ മൂപ്പര് പള്ളിയിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മിക്കവാറും പോകാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ തുത്തു വരുന്നുണ്ട്. ഞങ്ങളെ കെട്ടിയന്മാരൊന്നും ഇല്ല കേട്ടോ. തുത്തുൻ്റെ ഹസ്ബൻഡും ഇല്ല, എൻ്റെ ഹസ്ബൻഡും ഇല്ല, ഞങ്ങളാരും ഇല്ല. അങ്ങനെ ഏതായാലും ഞാൻ വേഗം പണികൾ തീർത്ത് കിച്ചൺ കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഇനിയൊന്ന് റെഡി ആവണം. ആകെ വിയർത്തൊലിച്ചിട്ടുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ തിരക്കിട്ട് ചെയ്യുക. ആകെ വിയർത്തൊലിക്കുന്നുണ്ട്. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെ വേഗം പോയി ഞാനും ഇതുമൊക്കെ ഡ്രസ്സ് മാറി. എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ നിന്ന് വരുന്നതിന് മുന്നേ തുത്തു വന്നു കേട്ടോ. ഒരു മണി 1:15 എൻ്റെ ഓള് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും കയറി ഇരിപ്പുണ്ട് വണ്ടിയിൽ. ഞങ്ങൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു. പെട്ടെന്നുള്ള ഒരു പ്ലാനായിരുന്നു അത്. പിന്നെ ഇന്ന് നടക്കുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പോവാമല്ലോ 20-ാം തീയതി വരെ സമയമുണ്ടല്ലോ. 20-ാം തീയതിയാണ് ശരിക്കും വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു. പിന്നെ ഓക്കെ നാളെ ബാംഗ്ലൂർ പോകാനുള്ളതുകൊണ്ട് ഇനി എന്തായാലും 20-ാം തീയതി ആകുമ്പോഴേക്കും നാട്ടിലെത്തൂല. അപ്പോൾ അതിന് ഉപ്പാക്കും ഉമ്മാക്കും ഒരു സർപ്രൈസായിട്ടും ആക്കി. സർപ്രൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഇന്നാക്കിയതാണ് കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് തുത്തു അങ്ങനെ ഒരുങ്ങി ഇറങ്ങി ഞാൻ വരും എന്നാണ് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ തട്ടിക്കൂടിയാണ്ടായി. നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെറിയൊരു പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ നല്ല ഭംഗിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ്. ഏതായാലും വണ്ടിയിൽ കയറി ഇരുന്നപ്പോഴാണ് കുറച്ച് സത്യം പറഞ്ഞ ഒരു സമാധാനം കിട്ടിയത്. അതുവരെ ഒട്ടപ്പാച്ചിലായതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിൽ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കണ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. അതിനതാ ഞങ്ങളെ പിന്നെ അവിടുത്തെ ഇപ്പോൾ ഒരു ഫുഡിൻ്റെ കാര്യം എന്താണെന്നൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ച സമയത്തല്ലേ എത്തണത്. അപ്പോൾ ഫുഡ് അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണല്ലോ. കാരണം നമുക്ക് പ്രതീക്ഷിക്കൂലല്ലോ. അപ്പോൾ എന്താ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ. പിന്നെ കേക്ക് നുജുമ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിച്ചോളാമെന്നും പറഞ്ഞു. ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അവിടെ നുജുമിനെ എന്നെ ഫോൺ വിളിച്ചുകൊണ്ടാണ് ഓരോ പ്ലാനുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞു എൻ്റെ 1-2 ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമ്മാനോട് പോയി പറയണ്ട. അമ്മ എൻ്റെ 1-2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഉമ്മ നല്ല ബീഫും ചിക്കൻ സ്റ്റൂവും ബീഫ് വരട്ടിയതൊക്കെ അമ്മ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗീ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ 2-3 ഫ്രണ്ട്സ് വരുന്നുണ്ടാണ്. അപ്പം പറഞ്ഞോ കറിയും ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അതിക്ക് കുറച്ച് ഗീ റൈസ് വെച്ചാൽ മതി എന്നാണോ. അപ്പോൾ പിന്നെ നമുക്കും കൂടിയുള്ള ഫുഡായല്ലോ. അങ്ങനെ എന്തായാലും അതൊക്കെ സെറ്റായി. ഇതാ ഞങ്ങൾ വീട്ടിൽ എത്താനായി. ഈ വളവങ്ങോട്ട് തിരിയുമ്പോൾ മക്കളൊക്കെ പിന്നെ ഭയങ്കര ആരവാട്ടോ. എത്താനായി എന്ന് പറഞ്ഞ സൗണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള ഒരു വഴിയാണിത്. വീട്ടിലേക്ക് ഇവിടെ എത്തുമ്പോൾ എല്ലാവർക്കും വണ്ടി ഒരു സ്റ്റെക്ക് ഔട്ട്. കാരണം ഇവിടെ ഒരു ചെറിയൊരു വളവാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ കുറച്ച് പാട്. പിന്നെ ഈ തുത്തൂര് വണ്ടി അറിയണം ഒന്നും കൂടി വലിപ്പുള്ള വണ്ടി. ഞങ്ങളെ വണ്ടി അങ്ങനെ വീതിയുള്ളൊരു വണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളവ് അങ്ങോട്ട് തിരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയപ്പം ഞങ്ങൾ ഫോം വിളിച്ച് ചുമനിങ്ങനെ ഫോം വിളിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഓനവിടെ മുൻഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കത്തിങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗേറ്റ് ഇങ്ങനെ കുറച്ച് തുറന്ന് നിൽക്കണോണ്ട് വണ്ടി കണ്ട് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആര്യൻ ഇറങ്ങിയിട്ട് പിന്നെ ഗേറ്റൊക്കെ തുറന്ന് വെച്ച് ഞങ്ങളതാ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കി നിർത്തി ഞങ്ങൾ ഇറങ്ങിയിട്ട് ഗിഫ്റ്റ് അപ്പം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഗിഫ്റ്റ് ഇനി കാണണ്ടെന്ന് വിചാരിച്ച് അവിടെ വെച്ച് ഇനി പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ
ഞങ്ങളുടെ ഭാര്യനൊക്കെ വേഗം ഓടിപ്പോയി. പിന്നെ എന്താ അകത്തേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതാ കേക്ക് ഓർഡർ ചെയ്യുന്നതിലും കേക്ക് വരുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ്. പക്ഷെ ഇതൊന്നും ഉമ്മ അറിയണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇമ്മ ഞങ്ങളെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തുത്തു ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഉമ്മാൻ്റെ നെറ്റൽ കണ്ട്. അപ്പോഴും ഉമ്മാക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പം വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലുള്ള വരവാണെന്നൊന്നും ഉമ്മാക്ക് അറിയില്ല കേട്ടോ. ഉമ്മ ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്ത് ജസ്റ്റ് വെറുതെ വന്നതാണെന്നാണ് ഉമ്മാൻ്റെ വിചാരം. അപ്പോഴൊന്നും ഉമ്മാക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാനെ പോയി തട്ടിപ്പിടിച്ച് വിളിച്ച് ഉണ്ടെന്ന് നീലും ഇവിടെ പപ്പടത്തീറ്റലാണ് കേട്ടോ. ഓന് ഇന്ന് എന്താ അറിയില്ല, പപ്പടമാണ് മെയിനായിട്ട് കഴിക്കണത്. വേറെ ഫുഡ് കഴിക്കണമെങ്കിൽ പപ്പടമാണ് കഴിക്കണത്. സോഫയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊടിപ്പിച്ചിട്ടിട്ടുണ്ട്. മക്കളൊക്കെ അത് നോക്കി ഇരിപ്പുണ്ട്. പിന്നെ പന ഒച്ചുമുള്ളിയൊക്കെ ഉണ്ടായി ഞങ്ങൾ സൗണ്ടൊക്കെ കേട്ട് ഇപ്പം ഇങ്ങനെ വന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നോക്കൊണ്ട്. അപ്പോൾ എന്തപ്പോൾ ഇത് ഒരു പറയാതൊക്കെ ഒരു വരവ് എന്നൊക്കെയാണ് ചോദിക്കണത് കേട്ടോ. പിന്നെ ഞാൻ എന്താ അപ്പോൾ കിച്ചണിൽ പണി വെച്ച് ഓടി പോയി നോക്കിയതാണ്. ഉമ്മ ഞങ്ങളെ കണ്ട ആകെ എന്താ പറയുക ഒരു 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 വെപ്രാളും ഇതിലൊക്കെയാണ്. പെട്ടെന്ന് കണ്ടതിൻ്റെ സന്തോഷമുണ്ട്, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കേക്ക് എത്തി. ഞങ്ങൾ പിന്നെ മുൻഭാഗത്ത് തന്നെ പിന്നെ മുന്നിൽ തന്നെ ഇരുന്നതിന് കേട്ടോ. അപ്പോൾ അത് ഉമ്മ എന്ന് കാണുന്നില്ല. അമ്മ ഗീ റൈസ് ഉണ്ടാക്കുകയാണല്ലോ, ഞങ്ങളൊക്കെ വന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ കേക്ക് എത്തിയതൊന്നും ഉമ്മ കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴും ഇപ്പോഴൊന്നും ഉമ്മാക്കറിയില്ല. ഇപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഇല്ലപ്പാ, പിന്നെ ഞങ്ങൾ അതിനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഉച്ചക്ക് ഒരു 2 മണി എന്നൊക്കെ പറയണത് എല്ലാവരും ഇവിടെ കിടക്കണ ഒരു ടൈമാണ് കേട്ടോ. ഒക്കെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇപ്പം വീണ്ടും കിടക്കാൻ പോയി. കേക്ക് വന്നിട്ട് കട്ട് ചെയ്യാൻ കരുതി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ നീലുട്ടനും ആര്യനും റെയിനും എല്ലാവരും ഇവിടെ പേരും പട തന്നെയാണ്. ഇവിടെ ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് തന്നെയാണ് ഒന്നായിട്ട് ഒക്കെ കൂടെ ഒരു പുകക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ തുത്തു ഇതാ ഈ ഒരു ഡ്രസ്സ് ഒന്ന് എണീറ്റ് ഞാൻ ഈ ഡ്രസ്സൊന്ന് കാണട്ടെ. എനിക്ക് ഓളെ ഈ ഡ്രസ്സിൻ്റെ കളർ എന്താ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ലൊരു പിങ്ക്, ഒരു ക്യൂട്ടി പിങ്ക് കേട്ടോ. അത് നല്ലൊരു കളറ്. അപ്പോൾ ഞാൻ അവളോട് എണീറ്റ് ഇന്ന് വീഡിയോ എടുപ്പിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വരുന്നുണ്ട് വന്ന് കണ്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഉമ്മക്ക് ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ വന്നത്. ഇപ്പോഴും ഉമ്മക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളിതിനാണ് വന്നത്, അതായത് വെഡിങ് ആനിവേഴ്സറിക്കാണ് വന്നത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. കേക്ക് അവിടെ വെച്ചിട്ടും ഇമ്മ കേക്ക് ഇതുവരെ കണ്ടിട്ടുമില്ല. കാരണം ആ ഒരു അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. കേക്ക് അവിടെ ഉണ്ട് എന്നുള്ളതോ അങ്ങനെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിവിടെ വർത്തമാനം പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ വോയിസ് അതേപോലെ ഇടുകയാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങളൊക്കെ മരിക്കും. ഇമ്മാനെ കുറേ തിന്നും, നുജും എന്തെങ്കിലും പറയും, തുത്തു എന്തെങ്കിലും പറയും. ഒരു രണ്ടാളാണ് കാര്യമായിട്ട് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വാരറിയില്ലേ എന്ന് പറയാം, എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ ട്രോളുന്ന ടൈപ്പ് രണ്ടാളും ഒരേപോലെയാണ് കേട്ടോ. ഞാൻ എനിക്ക് പിന്നെ ആ ഒരു സംഭവമല്ല ഒരിക്കൽ ഉണ്ടാക്കും, അതിനുള്ളൊരു പ്രത്യേക ഒരു കഴിവാട്ടോ. അങ്ങനെ എന്താ പറയുക പിന്നെ കേക്ക് കാണിച്ചു കൊടുത്തുമ്പോൾ കേക്കും കൊണ്ട് ഫ്രിഡ്ജിലോ അല്ലെ കൊണ്ടേക്കാം, ഫ്രിഡ്ജ് വെക്കണോ ചോദിച്ചോ. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, വേഗം കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മേശപ്പുറത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അകത്ത് കയറിയപ്പോൾ മക്കൾക്കൊക്കെ ഉമ്മ വാരി കൊടുത്ത് എല്ലാവർക്കും വയറ് നിറച്ച് വാരി കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ അകത്ത് കയറി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ പറഞ്ഞു ഞാൻ വാരിത്തരാം, നിങ്ങൾക്കൊക്കെ ഒരു ഉരുള വാരിത്തരാം, ഞാൻ ചോറ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് തന്നെ വന്നിരുന്നു. കുറച്ച് ചൂട് സംഭവമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് വിങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഇന്നെന്താ അറിയില്ല പ്രത്യേക ഒരു രസം. അവിടെ തന്നെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നത് വരും, ചെറിയ വർത്താനമൊക്കെ തന്നെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇമ്മ ചോറും കൊണ്ടൊക്കെ വന്നു. അപ്പോൾ ആദ്യം ആരൊക്കെ അമ്മ കൊടുക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിന്നപ്പോൾ ഉമ്മ വന്നിട്ട് ആദ്യത്തെ കുട്ടി ഇതാ എൻ്റെ കുട്ടി ഇതല്ലേ എന്ന് പറഞ്ഞ് എനിക്കൊരു ഉരുള തന്ന്. പിന്നെ തുത്തുന് കൊടുക്കാൻ പറ്റില്ലല്ലോ, എന്നെ രണ്ടാമത്തെ കുട്ടി ആരാ നുജും അല്ലേ. അപ്പോൾ പിന്നെ ഓന് അടുത്ത ഉരുള ഓന് കൊടുത്തു. അതൊക്കെ ഇങ്ങനെ തുത്തു അങ്ങനെ വീഡിയോ എടുക്കണേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഉരുളതാ തുത്തുവിനാണ്. അപ്പോൾ തുത്തു വീഡിയോ എടുക്കാൻ നുജുമിനെ ഏൽപ്പിച്ച ടൈമിൽ ഇടയ്ക്ക് വീഡിയോ എടുക്കട്ടെ എന്നാണ് ആ പറയണത്. അപ്പം ഉമ്മ ഞാനൊക്കെ കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ പിടിച്ച് വെച്ച് ഇതവിടെ ആര് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ആണ് മുഖ്യം ബിഗിലേ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ എല്ലാവർക്കും ഓരോ ഉരുള വാരി ആ പ്ലേറ്റിലുള്ളതൊക്കെ ഞങ്ങളൊക്കെ വയറ് നിറപ്പിച്ചു കേട്ടോ.
പിന്നെ ഉമ്മയും കഴിക്കണുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ നീലും വന്നിട്ട് കഴിക്കണുണ്ട് കേട്ടോ. ഓന് ഞങ്ങൾക്കൊക്കെ വാരി തന്നെ കണ്ടപ്പോൾ ഒരു സഹിക്കണില്ല, കാരണം ഓനല്ലേ ഉമ്മമാൻ്റെ കുട്ടി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളൊക്കെ തോന്നി വാരി തന്നെ കണ്ടപ്പോൾ ഓനൊരു സങ്കടം. എന്തായാലും ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചു എന്ന് വിചാരിച്ചാലും ഞങ്ങൾക്ക് ആർക്കും വിശപ്പ് മാറില്ലല്ലോ. ഉമ്മാൻ്റെ നെയ്ച്ചോറും ബീഫൊക്കെ അല്ലേ, അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി സമാധാനത്തിൽ സ്വസ്ഥതയോടുകൂടി കഴിക്കാൻ വേണ്ടി പിന്നെ മേശപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നല്ല ബീഫ് വരട്ടിയതുണ്ട്, അതൊക്കെ അതിൻ്റെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ അമ്മ ഇടുന്നുണ്ട് കേട്ടോ. അവിടെ അമ്മനെ എനിക്കുള്ളതൊക്കെ അമ്മനെ വിളമ്പി തരുന്നുണ്ട്, ഓൽക്കുള്ളതൊക്കെ ഓല് വിളമ്പണൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പിന്നെ ചീരത്തോരനുണ്ട്, നല്ല അച്ചാറുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട്. ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കാക്കാനോട് പറഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, ഉമ്മാനെ ഇടങ്ങാറാക്കണ്ടല്ലോ ഫുഡ് എന്ന് വെച്ചാൽ. പക്ഷേ ഉമ്മ എന്താ വെച്ചാൽ രാവിലെ തന്നെ അനുജവും ഇവിടെ ഇന്നുള്ള ദിവസമാണ്, വെള്ളിയാഴ്ച വീട്ടിലുള്ള ദിവസം, ഇന്ന് ലീവ് ചെയ്യുന്നു. പാസ്പോർട്ടിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോകാനൊക്കെ ഉള്ള ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇമ്മ ഓലൊക്കെ ഇവിടെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് ഇമ്മ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ ഓർഡർ ചെയ്ത് ആ ഫുഡും ഈ ഫുഡൊക്കെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേഗം ഞങ്ങൾ അടവ് മാറ്റി, നുജൂമിൻ്റെ 1-2 ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി കുറച്ചും കൂടി റൈസ് കൂടുതൽ വെപ്പിച്ചു കേട്ടോ. മറ്റേ ചോറെല്ലാവർക്കും പിന്നെ ഉള്ളത് കുറേ വെക്കൂലല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ളതല്ലേ വെക്കുള്ളൂ. കറിയൊക്കെ രാത്രിക്ക് കൂടി ഉള്ളതും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മ കുറച്ചുകൂടി റൈസ് വെച്ചു. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് സെറ്റായി. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഉമ്മാനെ ഇടങ്ങേറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാര്യമായിട്ട് പുറത്തത്തെ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഉമ്മാൻ്റെ അത് വെറുംചോറാണെങ്കിലും ഇനിയിപ്പോൾ ഗീ റൈസ് എന്നാണ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ, വെറുംചോറിനെക്കാളും എളുപ്പം നമുക്ക് ഗീ റൈസ് ആണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉമ്മാൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ് കഴിക്കാൻ ആഗ്രഹം. ഇനിയിപ്പോൾ ഒരു താളിപ്പും ചോറാണെങ്കിലും അതാണ് ആ ഒരു ബെസ്റ്റില്ലേ. അങ്ങനെ എന്തായാലും എന്താ നല്ല അടിപൊളി ബീഫ് കേട്ടോ, ബീഫ് വരട്ടിയതും ഉണ്ട്, ചോറും പപ്പടം കൂട്ടി കുഴച്ചടിക്കണ്. അപ്പം അനുജുമും ഓലൊക്കെ അങ്ങോട്ട് ആ സോഫയ്ക്ക് ഞാനൊക്കെ സോഫയ്ക്ക് ഇരിക്കുന്നത്, ഞങ്ങൾ മൂന്നാൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അടിപൊളിയാണ് കേട്ടോ, സ്റ്റൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി സ്റ്റൂ ആയിരുന്നു. പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ട്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും വിശന്നിട്ടും നല്ല, കാരണം ഉമ്മ വാരി തന്നപ്പോൾ തന്നെ ഒരുവിധം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ എല്ലാവരും പാടെ കൂടുമ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കഴിക്കാനുള്ള ഒരു തോരാത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഓള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുകുക എന്നുള്ളത് ഒരു ടെൻഷൻ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ടേബിളൊക്കെ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ വേഗം എന്താ പറയുക കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. കേക്കിൻ്റെ ഒരു കേക്ക് എന്താ പറയുക പെട്ടി പൊളിക്കുന്ന സംഭവമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ ഇപ്പാനെ വിളിച്ചുകൊടുത്താൻ വേണ്ടി ഉമ്മ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കണതല്ലേ എന്ന് പറഞ്ഞാൽ ഉമ്മാനോട് ഡ്രസ്സൊക്കെ മാറ്റി വരാൻ പറഞ്ഞിട്ട് ഉമ്മ ഒരു പഴയ നൈറ്റി അല്ലേ ഇട്ടത്. അപ്പോൾ പിന്നെ ഞാനൊരു ചുരിദാർ എന്തെങ്കിലും ഇട്ട് വാ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിടാൻ വേണ്ടി പോയതാണ്. ആ സമയം കൊണ്ട് ഞങ്ങളത് ഒരു വിധം പെട്ടിയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ എന്താ വെച്ചാൽ പിന്നെ പാക്കറ്റുമ്പോൾ കുറച്ച് ആ ഒരു എന്താ കാരമൽ കേക്കാണ് കേട്ടോ. എനിക്ക് ഈ കാരമൽ കേക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ചോക്ലേറ്റ് കേക്കിനെ അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ കാരമൽ കേക്കിൻ്റെ, അപ്പോൾ കാരമൽ കണ്ടപ്പോൾ ഞാനാണ് ആ നക്കി എടുക്കുന്നത്, കൈയാണ് വിരലുകൊണ്ട് എടുത്തത് കേട്ടോ. അങ്ങനെ കേക്ക് ഒക്കെ പൊളിച്ചു സെറ്റ് അപ്പോൾ പിന്നെ ഇമ്മ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഗെയിമും ഫോണിൽ ഗെയിമൊക്കെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വിളിച്ചു കൊടുത്തിയത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഹാപ്പി ആനിവേഴ്സറി ഇമ്മമ്മ, ഹാപ്പി ആനിവേഴ്സറി ഇങ്ങനെ പാടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഓലൊക്കെ കേട്ടോ. അപ്പം അതൊക്കെ സംഭവം സെറ്റായി. ഇനി ഇപ്പാനും കൂടി അങ്ങോട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇപ്പാനെ വിളിച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ചുരിദാറൊക്കെ മാറ്റി വന്നപ്പോൾ ഇപ്പാനെ നല്ലൊരു സുന്ദരകുട്ടപ്പനാക്കണ്ടേ, ഉമ്മ മാത്രം സുന്ദരിയായ പോരല്ലോ. അങ്ങനെ ഇപ്പം നല്ല പുതിയ ഷർട്ടൊക്കെ ഇട്ട് ഉറക്കത്തുനിന്ന് എണീറ്റ് പുതിയ ഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പെരുന്നാൾക്ക് എടുത്തു കൊടുത്തതിന് ഷർട്ടാണ്. പിന്നെ എന്തോ 2 ദിവസം മുമ്പ് ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അയച്ചു വെച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് അയക്കുള്ള തുണി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തുണി കുറേ ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ തുണി ഇതുവരെ ഉപയോഗിച്ചിട്ട് വന്നിട്ടില്ല. ഷർട്ടാണല്ലോ നമുക്ക് പെട്ടെന്ന് ഇതാവുക. എന്തായാലും ഇപ്പം ഇമ്മയൊക്കെ സുന്ദരനായി എത്തിയിട്ടുണ്ട്. മക്കളതിലേറെ പിന്നെ എന്തൊക്കെയോ പിന്നെ ഇതിലാണ് കേക്കട്ടെ. ആകെ കുറച്ച് ആളുള്ളൂ പറഞ്ഞാലും പെര നിറച്ചും ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഇപ്പാനും ഇമ്മാനെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു വലിയ ടാസ്ക്. കാരണം മക്കൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓല ബർത്ത്ഡേ ആണ് എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് പോയി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ പിടിച്ച് മാറ്റി തുത്തൂനെയൊക്കെ കസാലയിൽ നിന്ന് എണീപ്പിച്ച് ഇപ്പാനും ഇമ്മാനെയും കൊണ്ടുപോയിക്കാണ്ട് കട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇമ്മാൻ്റെ ആ ഒരു നീല വെള്ളി ചുരിദാർ നല്ല രസമുണ്ട് അല്ലേ. അങ്ങനെ എന്തായാലും എല്ലാവരും കൂടി
പിടിച്ച് ഇരുത്തി നിർത്തി ആ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ മക്കളൊക്കെ ഇങ്ങനെ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട്. മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തെ റെയിനും ആരിനും ഇതും ഒക്കെ ഭയങ്കര അവരുടെ മുഖത്ത് നിങ്ങൾക്ക് മനസ്സിലാണുണ്ടാവും ആ ഒരു സംഭവമൊക്കെ. ഇപ്പോൾ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് എല്ലാവരും വായിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവുക. അപ്പോൾ ഇപ്പം എനിക്ക് കേക്ക് തരികയാണെങ്കിൽ അതിപ്പം തരണം, ഇമ്മയും തരണം. പിന്നെ അതേപോലെ തന്നെ തുത്തൂനും ഇപ്പയും കൊടുക്കണം, ഇമ്മയും കൊടുക്കണം. പിന്നെ നാനക്കും കൊടുക്കണം, നിജുമിനും കൊടുക്കണം. അങ്ങനെ രണ്ടാൾ ഒരു പിന്നെ ഒരാക്കിനെ രണ്ടാളും കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും. ഏതായാലും പിന്നെ കുറേ നേരം ഒരു കൺഫ്യൂഷനായി. ഞാൻ എനിക്ക് തന്നോ, എനിക്ക് തന്നോ, ഞാൻ എനിക്ക് തന്നില്ലല്ലോ എന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു പടപടയാണ് കേട്ടോ. എന്തായാലും ഒരുവിധം എല്ലാവർക്കും കിട്ടിയെന്നൊക്കെ തോന്നുന്നുണ്ട്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കുട്ടികളെ ഇടയിൽ കൂടെയൊക്കെ നിജുമും വാങ്ങുന്നുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ ഓരോ പീസ് കൊടുക്കുന്നുണ്ട്, മക്കൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, മുഖത്ത് വാരി തേക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു സംഭവം തന്നെ. കാരണം കുറേ ഇത്ര ആൾക്കാർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് തന്നെ രണ്ടാൾ കൊടുക്കണമല്ലോ. ഇപ്പം ഉമ്മാൻ്റെ വക തന്നെ കൊടുക്കും, ഉപ്പാൻ്റെ വക തന്നെ. പറയണത് മനസ്സിലാവണുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു. ഏതായാലും കേക്ക് കൊടുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി നീലു ആണെങ്കിലോ ഇവൽക്കോ ഓനെ ഇതിങ്ങനെ തൊട്ടിങ്ങനെ നോക്കണ്ട. നീലുവിൻ്റെ വികൃതികൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണാതെ പോകരുത് ഗുയ്സ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്താ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വണ്ടിയിൽ തന്നെയായിരുന്നു കേട്ടോ ഗിഫ്റ്റ്. അപ്പോൾ തുത്തൂരോട് ഞാൻ പറഞ്ഞു എടുത്തു കൊണ്ടുവരിക, ഗിഫ്റ്റ് എടുത്തുകൊണ്ടുവരിക കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഓള് വണ്ടിയിൽ നിന്ന് എടുത്തു കൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പെട്ടിയൊക്കെ ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഷൊർക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കവർ മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ മെല്ലെ മന്ദോള് അകത്ത് കണ്ട് ചെന്നപ്പോഴോ മറ്റേ കല്യാണരാമൻ എന്ന സിനിമയിലുണ്ടല്ലോ ദിലീപ് പിന്നെ എല്ലാ ഡാൻസിനുള്ളതൊക്കെ ഒരുങ്ങിക്കാണ്ട് അങ്ങോട്ട് വരുമ്പോൾ ആരും ഉണ്ടാവില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമല്ലേ, അതേപോലെയായിരുന്നു. ആരുമില്ല കേട്ടോ, ഇപ്പില്ല എമ്മില്ല ആരുമില്ല. അപ്പം ആകെ തൊത്ത് വരും ചെറിയിട്ട് പിന്നെ ഉള്ളു എന്നാൽ എൻ്റെ അങ്ങനെ വീഡിയോ എടുക്കുക. ഞാൻ വരുമ്പോൾ ആരുമില്ലാതെ പ്ലിങ്ങായി നിൽക്കണ ആ ഒരു വീഡിയോ എടുക്കാനും ചോദിച്ചു. കയ്യിൽ ഫോണും കൊടുത്തിട്ടുള്ളൂ അതേപോലെ ഒന്നും കൂടി അഭിനയിക്കുകയാണ് കേട്ടോ. കുറേ ചിരിച്ച സംഭവം എന്താ വെച്ചാൽ വന്നപ്പോൾ ആരും ഇപ്പില്ല അങ്ങനെ കുറേ ആയ്മ കുറേ ചിരിച്ചിട്ടോ. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ മുഖം കഴുകാൻ വേണ്ടി പോയതിന് ഈ പിന്നെ കേക്കൊക്കെ കുട്ടികൾ മുഖത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനൊക്കെ പോയതായിരുന്നു. പിന്നെ ഏതായാലും ഒരുവിധം പിടിച്ച് നിർത്തി ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഗിഫ്റ്റ് കൊടുത്ത് പെട്ടിയൊക്കെ കൊടുത്ത് ഇതാ രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സും അമ്മക്കതാ നല്ല ഒരു വൈറ്റിൽ ഗ്രേ കളർ വരുന്ന ഒരു ചുരിദാറാണ്. അപ്പോൾ ഏകദേശം ആ ഗ്രേ വരുന്ന ഒരു ഷർട്ട് ശീല വാങ്ങുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ പ്ലാന്. കാരണം ഇപ്പാക്ക് ഡാർക്ക് കളറാണ് ഇഷ്ടം. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇടുള്ളൂ. അപ്പം അങ്ങനെ ഏകദേശം ആ ഒരു കളർ വരുന്ന ഒരു ഷർട്ട് വാങ്ങിയതാണ്. ഉമ്മാക്ക് പിന്നെ ലൈറ്റ് കളറാണ് ഉമ്മാക്ക് ഇഷ്ടം. വൈറ്റ് കളറുണ്ടല്ലേ ഉമ്മാൻ്റെ ചുരിദാറുണ്ടല്ലേ അങ്ങനത്തെ ലൈറ്റ് കളറുള്ള ഡ്രസ്സാണ് ഉമ്മാക്ക് ഇഷ്ടം. ആ കാര്യത്തിൽ വരെ ഇല്ലാണ്ടാവുള്ളൂ. ഭയങ്കര മനപ്പൊരുത്താണ് മക്കളെ. എന്തായാലും ഇപ്പാക്കും ഇഷ്ടമായി ഉമ്മാക്കും ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഉമ്മാൻ്റെ എന്താ വെച്ചാൽ കുറച്ച് ടൈറ്റായിപ്പോയി. ഞാൻ സൈസൊക്കെ നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ ആ ഒരു സൈസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറ്റിയത് ഓരോ ബ്രാൻഡിൻ്റെ ഓരോ പ്രശ്നങ്ങളായിരിക്കും. ഇട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ടൈറ്റ്. പിന്നെ വൈറ്റും കൂടി ആകുമ്പോൾ ജസ്റ്റ് ഇടാം, നമുക്കിങ്ങനെ ഇട്ട് നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ വൈറ്റ് കളറാകുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടില്ലല്ലോ. നമ്മൾ ശരീരത്തിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടോ അങ്ങനെ. അമ്മക്കാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. കുറച്ചൊരു ലൂസില്ല ഞാൻ അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ പെട്ടി. അതിൽ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ എന്തായാലും അമ്മാനോട് ആ ചുരിദാർ ഒന്ന് ഇടിയിപ്പിച്ച് വന്നതാട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ചുരുക്കുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇട്ടപ്പോഴും ആ ഷാളൊക്കെ ഭയങ്കര സോഫ്റ്റ്, നല്ല ആ പൈസക്ക് മുതലാകുന്ന ടൈപ്പ് ഒരു നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. പക്ഷേ എന്താ ചെയ്യാൻ മല്ലയ്യ, ഇനിയിപ്പോൾ അത് മാറ്റി കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാനാണെങ്കിൽ വാങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിലപ്പോൾ അത് ഞങ്ങൾക്കുള്ളതല്ല ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിട്ടോ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ടെൻഷനില്ല, ബില്ല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ റൂമിലൊക്കെ പോയി കടന്നിട്ട് ഞങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള റൂം എല്ലാവരും കൂടി അട്ടിമലട്ടി കിടന്ന് കളിയും ചീറിയും വർത്താനൊക്കെ കഴിഞ്ഞ് കുറേ റീൽസും തോണ്ടി അങ്ങനെ ഒരു 4-4:15 ഞങ്ങൾ ഇറങ്ങിയത്. കാരണം തുത്തൂന് കോഴിക്കോട് എത്തണ്ടേ, അല്ലെങ്കിൽ തന്നെ മഴക്കാർ ഇങ്ങനെ നിൽക്കണമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ നിൽക്കുന്നു 5 മണിക്കൊക്കെ. അപ്പോൾ 5 മണി വരെയൊക്കെ നിൽക്കുന്നു. പക്ഷേ ഓക്ക് അവിടെ എത്തണ്ടേ, ഞാൻ ഇങ്ങനെ അരീക്കോട് ആക്കിയിട്ട് വേണം ഓക്ക് പോവാൻ. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് അരീക്കോടുക്ക് തന്നെ ഒരു 3 മണിക്കൂറോളം ദൂരമുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നോക്കും ഒരു 1-1.5 മണിക്കൂറോളം. അതിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടും ചെയ്ത്. അങ്ങനെ എന്തായാലും യാത്ര കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കിട്ടോ നമുക്ക് ആ വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നീലുട്ടൻ ഞങ്ങളൊക്കെ കയറിയപ്പോൾ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് ചെങ്ങായി. അങ്ങനെ തന്നെ കേട്ടോ, ഞങ്ങൾ ഇനിയിപ്പോൾ ആര് പോവുകയാണെങ്കിലും വണ്ടി കയറിയിരിക്കും. എന്നിട്ട് വണ്ടി തിരിച്ച് ഇങ്ങനെ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഓനെ വന്ന് എടുത്തു കൊണ്ടുപോകും. അപ്പോൾ പോവുകയും ചെയ്യും. ഓൻ അത്രേ ഉള്ളൂ, പക്ഷേ അത്ര നേരം വണ്ടിയിൽ ഇരിക്കണം എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തോടുള്ള ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ തിരിച്ച് അരീക്കോടുക്ക് ഞാനും പോവാണ്, അവൾ കോഴിക്കോടുക്ക് പോവാണ്. എന്നാലും പെട്ടെന്നുള്ള തീരുമാനമാണെങ്കിലും അത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായി മാറി പെട്ടെന്ന് ഈ ഒരു ഫ്രൈഡേ. ഞാൻ രാവിലെ പിന്നെ വലിയ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഈ ലോങ് വീഡിയോ ഇങ്ങനെ ആയി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസമായി ഞാൻ വലിയ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ദിവസമാണല്ലോ, നമുക്കൊരു വിശേഷ ദിവസമാണല്ലോ. അപ്പോൾ അന്ന് എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ അത് ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഫുള്ളും എല്ലാവരെയും ഒന്ന് കണ്ട് എല്ലാവരും ഒരുമിച്ചൊന്ന് കൂടി കേക്കൊക്കെ മധുരമൊക്കെ കഴിച്ച് അതാ ഞങ്ങൾ വന്നപ്പം ഇവിടെ എത്തി. മക്കൾ മുട്ടായി വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അത് പിന്നെ ഇവിടെ വന്നാൽ പിന്നെ അതല്ലേ കടയിലൊന്ന് പോവാഞ്ഞാൽ ഓൽക്കൊരു സമാധാനം കിട്ടില്ല. പോലെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാനുണ്ട്. ഞാൻ തുത്തൂനാണെങ്കിൽ ടെൻഷൻ, കാരണം മഴ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കില്ല. പോക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും മക്കളതാ വരുന്നുണ്ട്. കുറേ നേരം ഒരു 10-15 മിനിറ്റോളം ഓൽക്ക് അവിടെ ചെന്ന് എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ കൈ നിറച്ച് വാങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീമും ലൈസും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ആരെയും ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ഒരു സന്തോഷം കാണാൻ തന്നെയാണ് നമ്മൾ പൈസ കൊടുത്ത പോയിക്കോട്ടെ വാങ്ങിക്കോട്ടെ എപ്പോഴെങ്കിലല്ലേ ആ സന്തോഷം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും 3 ആളും എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ തുത്തു പോവാണ്. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അവിടെ എത്തി കിട്ടിയാലേ നമുക്ക് സമാധാനം ആവുള്ളൂ. കാരണം അത്ര ഡ്രൈവ് ചെയ്യണ്ടേ, ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ, അപ്പം അത്യാവശ്യം യാത്ര ചെയ്യണ്ടേ. അങ്ങനെ ഓളെ പറഞ്ഞേക്കാണ്. അപ്പോൾ അതാ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒരുമ്മയൊക്കെ കൊടുത്ത് ഓളെ ഞാൻ പറഞ്ഞേച്ച് നമ്മൾ വീട്ടിൽ പോയി നമ്മൾ കുറേ പരിപാടികളുണ്ട്. കാരണം ഇന്ന് നമുക്ക് രാവിലെ പെട്ടെന്ന് പോകണം എന്നുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ് പരിപാടി ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അവർ ചെന്നിട്ട് വേണം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം അതിനൊന്നും നിന്നിട്ടില്ല, ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം പോയിട്ട് ഒറ്റ കിടത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.